കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിലെത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് DMK ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രി പദവികളെക്കുറിച്ച് DMKയിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. പുതിയ സർക്കാരിൽ ഏതൊക്കെ വകുപ്പുകൾ ആവശ്യപ്പെടണമെന്നും ആർക്കൊക്കെ മന്ത്രിപദവി നൽകണമെന്ന ആലോചനകളും നടക്കുന്നുണ്ട്. UP 1-2 സർക്കാരുകളിൽ ലഭിച്ചതുപോലെ പ്രധാന വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. മുൻ കേന്ദ്രമന്ത്രിമാരായ TR ബാലു, A രാജ, പാർട്ടി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കനിമൊഴി എന്നിവർക്കൊപ്പം ചില പുതുമുഖ MPമാരെയും മന്ത്രിപദവിക്കായി പരിഗണിക്കുന്നുണ്ട്. ഇടക്കാലത്ത് അകറ്റി നിർത്തപ്പെട്ട സംസ്ഥാന IT മന്ത്രി പളനിവേൽ ത്യാഗരാജനെ കേന്ദ്രത്തിലേക്ക് അയക്കുന്നതിനെക്കുറിച്ചും ആലോചനകൾ നടന്നതായി പറയപ്പെടുന്നു. സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ത്യാഗരാജനെ ധനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്താനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണ നേടിയ വിജയം ഇത്തവണ ആവർത്തിക്കാനാകുമെന്ന ആത്മവിശ്വാസം പക്ഷേ DMKയ്ക്കില്ല. എന്നാൽ 30-ന് മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. അതിനാലാണ് ഇപ്പോൾ മന്ത്രിപദവി സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയത്. കരുണാനിധിയുടെ ജന്മശതാബ്ദി ജൂൺ 3-ന് ഡൽഹിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കെടുക്കുന്നതാണ്. ഇതിനടുത്ത ദിവസമാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത്. അന്ന് അടുത്ത ആഘോഷത്തിന് ഒരുങ്ങാനാണ് പ്രവർത്തകരോട് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്.